അന്തരിച്ച CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ മൃതദേഹം JNUവിലെ വിദ്യാർത്ഥി യൂണിയൻ ഓഫീസിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അവിടെ മൃതദേഹം അരമണിക്കൂർ സമയമാണ് പൊതുദർശനത്തിന് വെക്കുക. അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ വസന്ത് കുഞ്ചിലെ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അടക്കമുള്ള പ്രമുഖർ ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള കേരളത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. ആ പാർട്ടിയുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നേതാക്കൾ, സംഘടനാ പ്രവർത്തകർ, അതോടൊപ്പം തന്നെ ജനങ്ങൾ എല്ലാവരും തന്നെ കോമ്രേഡ് സീതാറാം യെച്ചൂരിക്ക് റെഡ് സല്യൂട്ട് നൽകാൻ വേണ്ടി എത്തുകയാണ്. ഇപ്പോൾ അദ്ദേഹം ഒരു കാലത്ത് വിദ്യാർത്ഥിയായിരുന്ന ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ വിദ്യാർത്ഥി യൂണിയൻ ഓഫീസിലാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വിശ്രമിക്കുന്നത്. അവിടെ അദ്ദേഹത്തിൻ്റെ അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നവരുടെ നിര നമുക്ക് കാണാം. വിദ്യാർത്ഥികൾ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുന്നു. റെഡ് സല്യൂട്ട് കോമ്രേഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ അന്ത്യയാത്ര നൽകുന്നത് സീതാറാം യെച്ചൂരി CPIMന്റെ ദേശീയ ജനറൽ സെക്രട്ടറിക്ക്. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ ഭൗതികദേഹം ഇപ്പോൾ അദ്ദേഹം പഠിച്ചിരുന്ന ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ വിദ്യാർത്ഥി യൂണിയൻ ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. അന്ത്യയാത്ര നൽകുകയാണ്. ഒരു കാലത്ത് വിദ്യാർത്ഥിയായി എത്തിയിരുന്ന അദ്ദേഹത്തിൻ്റെ സ്വന്തം കോളേജിൽ, സർവകലാശാലയിലെ യൂണിയൻ ഓഫീസിൽ ബിഗ് സല്യൂട്ട്, റെഡ് സല്യൂട്ട് കോമ്രേഡ് യെച്ചൂരി എന്ന് പറഞ്ഞാണ് അവർ പ്രിയ സഖാവിന് യാത്ര അയക്കുന്നത്. അരമണിക്കൂർ നേരമായിരിക്കും JNUവിലെ ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ വിദ്യാർത്ഥി യൂണിയൻ ഓഫീസിൽ കോമ്രേഡ് സീതാറാം യെച്ചൂരിയുടെ ഭൗതിക ശരീരം പൊതുദർശനത്തിനായി വെക്കുക. അതിനുശേഷം വസന്ത് കുഞ്ഞിൽ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് കൊണ്ടുപോകും. ഇന്ന് രാത്രി മുഴുവൻ മൃതദേഹം അവിടെയായിരിക്കും ഉണ്ടാവുക. അവിടെ ആളുകൾക്കെത്തി അന്തിമോപചാരം അർപ്പിക്കാം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അവിടെ എത്തി അന്തിമോപചാരം അർപ്പിക്കും. പിണറായി വിജയൻ അടക്കമുള്ള കേരളത്തിൽ നിന്നുള്ള നേതാക്കളും ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. നാളെയാണ് ഇത് ഏറ്റവും ഒടുവിൽ AKG ഭവനിൽ കൊണ്ടുവന്ന ശേഷം വിലാപയാത്രയെ കൊണ്ടുപോയി ഒടുവിൽ ആശുപത്രിയിലേക്ക് മൃതദേഹം കൈമാറുക.